ഇത് രാവിലെ തന്നെ തുടങ്ങിയോ? അല്ല മെമ്പറേ, ഇന്ന് രാവിലെ തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതാ. ഇത്രയായിട്ടും തീർന്നിട്ടില്ല. എല്ലാം മേനോൻ ചേട്ടാ, നമ്മുടെ ക്ഷേത്രോത്സവത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ നടത്താനാ കമ്മിറ്റിയുടെ തീരുമാനം? ഉത്സവ പിരിവിന് നടന്ന് വല്ലതും തടഞ്ഞാൽ ഉത്സവം നടക്കും. ക്ഷേത്രത്തിലാണെങ്കിൽ പഴയ പോലെ ആളും വരുന്നില്ല. എങ്ങനെ ആള് വരും? ആ ശാന്തിക്കാര ശാന്ത സ്ത്രീകളെ കാണുമ്പോ അത്ര ശാന്തനല്ലെന്നാണ് നാട്ടുകാര് പറയുന്നത്. എന്തായാലും ഉത്സവം നടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മളല്ലേ കമ്മിറ്റി, പറ്റിക്കണം. കലാപരിപാടികൾ വേണം. കഴിഞ്ഞ വർഷത്തേതിലും ഗംഭീരമാക്കണം. കഴിഞ്ഞ ഉത്സവത്തിന് ഞാനല്ലേ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്ത് തന്നത്. അവര് തകർത്തില്ലേ? തകർത്തു. അവരല്ല, നാട്ടുകാര്. ആദ്യം സ്റ്റേജിൽ തകർത്തു, പിന്നെ നടപ്പന്തലം തകർത്തു, പിന്നെ ആനപ്പന്തലം തകർത്തു, പിന്നെ കൊടിമരം തകർത്തു, പിന്നെ ഭാഗ്യത്തിന് അമ്പലം മാത്രം മിച്ചം വെച്ചു. നമ്മുടെ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട്. പണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന അമ്പലമാണ്. എന്തായിരുന്നു പേര്? ഇപ്പോഴും ഉണ്ടല്ലോ പേര്. ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്ന അമ്പലം. ദേവിയുടെ കിരീടവും ചെങ്കോലും ചിലമ്പൊന്നും കാണാനില്ല. ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ, ഇന്ന് നേരെ പുലർന്നപ്പോ കാണാനില്ല. കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട്. കീഴ്ശാന്തി എവിടെ? കീഴ്ശാന്തി അമ്പലത്തിലുണ്ട്, അയാൾ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്നാ വേഗം പോലീസിനെ വിളിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവനാള് ശരിയല്ലെന്ന് തോന്നുന്നു. എനിക്കും ചെറിയ സംശയമില്ലാഴികയില്ല. അപ്പൊ പോലീസിനെ വിളിക്കാം. ആ പോലീസ് വരട്ടെ. അതെ, ഈ പോലീസ് വന്നു കഴിഞ്ഞാൽ ചോദ്യം മുറകളൊക്കെ ഉണ്ടാവില്ലേ? ചോദ്യം ഉണ്ടായില്ലേലും മുറ ഉണ്ടാവും. അത് വേണോ? അത് വേണം. പോലീസ് വരണം. എന്നാ വിളിക്കുക. ആരാ ഈ കൂട്ടത്തിൽ ശാന്തി? നോമാണ്. ആരാണ് ഈ കൂട്ടത്തിൽ മിസ്റ്റർ നോം? നോം തന്നെയാണ് ഈ നോം. ഓഹോ, താങ്കളാണ് മിസ്റ്റർ നോം. അതെ, നോം തന്നെയാണ് നോം. എപ്പോഴാണ് കിരീടവും ചെങ്കോലും നഷ്ടമായത്? ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു, വെളുപ്പിന് നോക്കിയപ്പോ കാണാനില്ല. ഐ സി. ഇന്നലെ രാത്രി സംശയത്തക്ക രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? വിലാസിന് വന്നിരുന്നു. ഏത് വിലാസിനി? നീലകണ്ഠന്റെ ഭാര്യ വിലാസി. വിലാസിനെ താങ്കൾക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല, പക്ഷെ നീലകണ്ഠന് നല്ല സംശയമുണ്ട്. ഓ എടോ, അതല്ലടോ ഞാൻ പറഞ്ഞത്. ആരാണ് ഇവിടുത്തെ സ്ഥിര സന്ദർശകർ ചോദിച്ചത്? മേനോനും പണിക്കരും. ആരാണ് ഈ മേനോനും പണിക്കരും? അടുത്ത അവന്മാരുടെ കളി ഇവിടെ വേണ. എടാ ഇങ്ങോട്ട് വരാൻ ഓടുവാ, വരച്ച വരെ എന്തിനാ മാറുന്നേ? ശുദ്ധവായു കിട്ടാൻ വേണ്ടി അല്പം മാറിക്കാന്ന് വിചാരിച്ചു. ഈ കുറ്റം ഒന്ന് തെളിഞ്ഞോട്ടെ. കുറച്ച് നാളത്തെ ഇവിടുന്ന് മാറ്റി നിൽക്കുന്ന കാര്യം ഞാൻ ശരിയാക്കി തരാട്ടാ. ഇതിൽ ആരാ പണിക്കർ, ആരാ മേനോൻ? ആരെങ്കിലും ഒരാളെ തീരുമാനിക്കും. ഞാൻ മേനോൻ. ഞാൻ പണിക്കര്. ആണോ? പണിക്കരെ, പണിക്കർക്ക് എന്താ പണി? അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഈ മേനോനെ ഇങ്ങനെ സഹായിച്ചാണ്. അപ്പം മേനോനാണ് ഇവിടുത്തെ മെയിൻ ആള്. എന്താ മേനോനെ പണി? മേനോൻ നിരകളിക്കും, ഞാൻ സഹായിക്കും. നിലവിളിയല്ല, നരകളി. നിരകളി അതൊരു പണിയാണോടോ? അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ നേരെ പോകാൻ വേണ്ടി കളിക്കുന്നതാണ്. അപ്പൊ വീട്ടിലൊന്നും പോകാറില്ലേ? ഇല്ല. അതെന്താ? വീട്ടിൽ പോയാൽ നേരം പോയില്ല. കഷ്ടം. എന്തായാലും സുസ്മിതയൊന്ന് വന്നോട്ടെ, ഇവനെ ഞാൻ പൊക്കിക്കോളാം. സുസ്മിത ആത്മഹത്യ ചെയ്തില്ലേ നടി? ഒരൊറ്റ കീറങ്ങോട്ട് വെച്ചെന്നാണ്ടല്ലോ. എടാ, അത് സിനിമ നടി ആണോ? സിൽക്ക് സ്മിത. ഇതാരാന്നറിയാവോ? ഇത് പോലീസ് നായ. എന്ന് മണം പിടിച്ച് അമേരിക്ക വരെ പോയി പ്രതിയെ പിടിച്ചിട്ടുള്ള ആളാ. വിടില്ല. സുസ്മിത ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. തിരുമേനി കിട്ടിയിരിക്കണു. കാണാതെ പോയ കിരീടവും ചെങ്കോലും ചിലമ്പും എല്ലാം കിട്ടിയിരിക്കണു. ഭഗവതി കാത്തു. എവിടെ ആണ് കിട്ടിയേ? ഈ ബാബുവിന്റെ വീട്ടിൽ നിന്നാ കിട്ടിയത്. ഇങ്ങോട്ട് മാറിക്കട. ദേവിയുടെ കിരീടവും ചെങ്കോലും മോഷ്ടിച്ചെടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുപോയത്? എന്റെ പൊന്നു സാറേ, ഞാൻ കാണാൻ വേണ്ടി കൊണ്ടുപോയതാ. നിനക്ക് കാണണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാണണോ? അല്ലടാ, എവിടെയാടാ തൊണ്ടി? എടാ, മോഷ്ടിക്കപ്പെട്ട കിരീടവും ചെങ്കോലും ഒക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഇല്ല, ഇനി തരില്ല. ദേവി കോപിക്കും. എടോ, എന്റെ കൈ തരണ്ട. കൈ പിടിച്ചൊന്ന് കാണിച്ചാ മതി. ഞാനായിട്ട് തൊട്ട് അശുദ്ധമൊന്നും ആക്കത്തില്ല. പോലെ കീഴ്ശാന്തി കാണിച്ചു കൊടുക്കുക. കിരീടം, ചെങ്കോല. ഇത് കിരീടം, ഇത് ചെങ്കോല, ഇത് ചിലമ്പ, ഇത് രണ്ട് മോഹൻലാലിന്റെ പടം, ഇത് റഹ്മാന്റെ പടം. സീഡിയോ? അപ്പൊ ദേവിയുടെ കിരീടവും ചെങ്കോലും ഒക്കെ കാണാവോ എന്ന് പറഞ്ഞിട്ട്? അതെ, സുദർശന്റെ ഭാര്യ ദേവി.
അവരുടെ കയ്യിൽ നിന്ന് കാണാൻ മേടിച്ചതാ. ഇന്നലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചതാ. ഇന്ന് രാവിലെ കാണുന്നില്ല. അപ്പൊ നേരത്തെ കോപിക്കും എന്ന് പറഞ്ഞത് സുദർശന്റെ ഭാര്യ ദേവിയാണോ? അതെ, കോപിച്ചാൽ അവൾ മഹാതറയാ. ഇനി ദേവി കോപിക്കത്തില്ല, പക്ഷെ ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചറ്റയാ. 3-4 CD കാണാതെ പോയിന്നും പറഞ്ഞ് ഈ നാടിന്റെ ശാന്തി കളഞ്ഞ ശാന്തിക്കാരാ. എന്തോ നീ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇല്ല, ഇവിടെ ഇതിലും ഇല്ല. എവിടെ ഇത് മാർക്ക്? കിട്ടി. 1 2 3 4 5 5 ഉലുവ. ഇനി ഒരു പെഗ് അടിക്കണമെങ്കിൽ 40 രൂപ കൂടി വേണം. ഓമനെ, 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 ഇവിളിത് എവിടെ പോയി കിടക്കുക? ഓമനെ, എടി ഓമനെ, ഓമനെ, എടി പൈസ ഉണ്ടെങ്കിൽ ഒരു 50 രൂപ തന്നെ. ഒരു പെഗ് അടിക്കാണ്ട് കയ്യും കാലും വിറക്കണ്. നിങ്ങൾക്ക് കള്ളോടിക്കാഞ്ഞിട്ടാ വിറക്കുന്നേ, എനിക്ക് കലി വന്നിട്ടാ വിറക്കുന്നേ. നീ എന്നോട് ഇത് തന്നെ പറയണോടി. നിങ്ങൾക്ക് കള്ളോടിക്കാഞ്ഞിട്ട്. പിന്നെ ചൊവ്വാഴ്ച പാണ്ടി വരും, ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കും കാശ്? നിന്റെ അപ്പനൊരാളുണ്ടല്ലോ, 2 കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ. എടി അങ്ങേർക്ക് വല്ല റോഡ് പണിക്കോ വാർക്ക പണിക്കോ പോയിട്ട് എനിക്ക് വല്ല 10-50 രൂപ കൊണ്ട് തന്ന അങ്ങേർക്ക് എന്താ കഴിക്കൂ? ഞാൻ പോയിട്ട് പറ്റേടി, കാണിച്ചു തരാം. മോശം പിടിക്കാനായിട്ട് എന്റെ ദൈവമേ, ഇന്ന് ആ ചൊവ്വാഴ്ച പാണ്ടി വരുമ്പോ ഞാൻ എന്തോ പെണ്ണാക്കെടുത്ത് കൊടുക്കും. എനിക്കൊരു നല്ല ബുദ്ധി പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലല്ലോ. ചേച്ചി, അടുത്തത്. അല്ല, ഇതാരും സുഖോ? അല്ല, എന്താ ചേച്ചിയുടെ മുഖം ഇങ്ങനെ വാടി തളർന്ന് കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നേ? ഒന്നും പറയണ്ട എന്റെ സുഖുവേ. എന്നാ പറയണ, ഞാൻ പോവാ. ഒന്നും പറയണ്ട എന്റെ സുഖുവേ. എന്നാ പറ. ഓ എടാ, ഇന്നാടാ ചൊവ്വാഴ്ച പാണ്ടി വരുന്ന ദിവസം. ആണോ? 1 മാസമായി അയാൾക്ക് കാശ് കൊടുത്തിട്ട്. ഇന്നാണെങ്കിൽ എന്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? നീ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞോ. ചേച്ചി വിഷമിക്കണ്ട, എന്റെ തലയിൽ ഒരു ഐഡിയ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. മൈ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ? എന്നാ പിന്നെ നിന്റെ ഐഡിയ വേഗം ഒന്ന് പറഞ്ഞു തൊലക്ക്. പറയാം. അതായത് ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ച് കയറ്റേ. എന്റെ പൊന്നു ചേച്ചി, അതല്ല. ഈ അകത്ത് വരുന്ന അണ്ണാച്ചി, ഈ അണ്ണാച്ചിയെ ചേച്ചി കയറി പിടിക്കണം. നീ എന്നാലും എന്നെ ഇങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത്. എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞ അതല്ല. ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചിയെ കയറി പിടിച്ച ചേച്ചി കിടന്ന് കാരണം എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ, എന്നെ അണ്ണാച്ചി പിടിച്ചേ, അണ്ണാച്ചി പിടിക്കുന്നേ. അപ്പൊ ഞാനെന്ത് ചെയ്യും? ഞാൻ ഓടി വരും, അണ്ണാച്ചി പിടിച്ച് പറത്തും. പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല. പഠിക്കാതെന്നല്ല, ഈ പഞ്ചായത്ത് കാലൂതത്തില്ല. അത് നല്ല ഐഡിയ. അതാണ് ഈ സുഖു. ചേച്ചി പേടിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ മതി. ഞാൻ അപ്പുറത്തുണ്ടാവും. ചെല്ല് ചെല്ല് ചെല്ല്. സുഖു ചേച്ചി, ചേച്ചി வாங்க வாங்க. അണ്ണാച്ചിയോ? കേറി വാ അണ്ണാച്ചി. എന്നാ ചേച്ചി இந்த மாதிரி എല്ലാം ചെയ്യണത്? 1 മാസമായി കാശ് തന്നിട്ട്. അത് അണ്ണാച്ചി, ചേട്ടന് പണിയൊന്നുമില്ല. കാശ് അടുത്താഴ്ച തരാം. ഒന്നുമേ சொல்ல வேண்டாம், എനിക്ക് കാശ് കിട്ടണം. അല്ല, അടുത്താഴ്ച ഉറപ്പായിട്ടും തരാം. எப்ப வந்தாலும் அடுத்த ஆഴ്ച தரா, அடுத்த ஆഴ്ച தரன்னு சொல்லாதே ചേച്ചി. അടുത്താഴ്ച തരാം അണ്ണാച്ചി. തന്ന കാശ് എനിക്ക് തിരുമ്പി വേണം. അടുത്താഴ്ച എങ്ങനെ? അത് சொல்லிட்டு കാര്യമില്ല, എനിക്ക് കാശ് തിരുമ്പി വേണം. എനിക്ക് ഈ ആഴ്ച കാശ് കിട്ടണം. എന്നാ ചേച്ചി ഇതെല്ലാം? എന്താ ചേച്ചി ഇതെല്ലാം? എനിക്ക് പോകാൻ സമയം ഇതിലെ ഇല്ല. എന്നെ ചേച്ചി കൈ പിടി ചേച്ചി. അണ്ണാ, അണ്ണാ നാളെ ഒന്നും ചെയ്തിട്ട് വേണ്ട. ഈ ചേച്ചിക്കാണ് എന്റെ കയ്യിൽ കയറി. അടിക്കാതെ என்னோட பேக் எடுத்து என் தலைவரை கொண்டு நான் சுட்டுடுவேன். அண்ணா, அண்ணா காப்பாத்தையா. என்னோட முட்டு குடுறா, அடா பாவி, தலைவரை
കൊടുത്താ നിന്നെ സുട്ടിടുവേടാ. നീ നാശമാ പോറ്. കാപ്പാത്തയ്യാ. ആ ചേച്ചിയെ എങ്ങനെയുണ്ട്? അണ്ണാച്ചി ഓടിയത് കണ്ടോ? നീ അല്ലേലും ആളൊരു പിടുത്തനാടാ. ആടുന്നു പോ. ആ പിന്നെ ഇത് നിറച്ച് കാശാ. പകുതി ചേച്ചിക്കും പകുതി എനിക്ക്. എടാ സുഖു, മുഴുവൻ കാശും എനിക്ക് താടാ. എന്ന് പറഞ്ഞ എങ്ങനെയാ? ഐഡിയ പറഞ്ഞ അണ്ണാച്ചി ഓടിച്ച ഞാനില്ലേ? ഐഡിയ പറഞ്ഞാ നീയാണെങ്കിലേ പ്രവർത്തിച്ച ഞാനാ. എന്തായാലും എനിക്ക് പകുതി വേണം. അതല്ലടാ, പ്രാരാബ്ദമൊക്കെ എനിക്കല്ലേടാ. നിനക്ക് എന്ത് പ്രാരാബ്ദമുള്ളേ? കാശ് മുഴുവൻ എനിക്ക് പ്രാരാബ്ദമുണ്ടെന്ന് താടാ. കരുതി പൈസ എനിക്ക് വേണം. ഞാനല്ലേ ഐഡിയ പറഞ്ഞ അണ്ണാച്ചി ഓടിച്ചത്. ഐഡിയ നീ തന്നെ പറഞ്ഞെന്നെങ്കിലും പ്രവർത്തിച്ച ഞാനല്ലേടാ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാകുന്നത്. എനിക്ക് പൈസ തരാനല്ലേ പറഞ്ഞത്? പൈസ